വീക്ക് ഡേ മോർണിംഗ് ആണ്. സ്കൂളുണ്ട്, ഓഫീസുണ്ട്. അപ്പോൾ സമയം രാവിലെ 5:30 മണി കഴിഞ്ഞു. ഒന്ന് ഫ്രഷായി കിച്ചണിൽ വന്നിട്ടുണ്ട്. പാല് കാച്ചാൻ വെച്ചു. അങ്കിത്തിന് ടിഫിനിൽ ഞാൻ തക്കാളി ചട്നിയും ദോശയാട്ടോ. അതിനായിട്ട് കടായിൽ എണ്ണ വെച്ചു ഉള്ളിയിട്ട് വഴറ്റാണ്. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ഒരു തക്കാളിയും കൂടെ, ചെറിയ തക്കാളി കേട്ടോ, അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അത് വഴണ്ട് വന്നതിന് ശേഷം കുറച്ച് കായപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി തീ ഓഫ് ചെയ്ത് ആറാനായിട്ട് വെക്കാം. അപ്പോൾ ദോശയുടെ മാവ് കുറച്ച് ഞാനെടുത്ത് മാറ്റി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ദോശയും ചുട്ടെടുക്കാം. നമ്മുടെ തക്കാളി ചട്നിയുടെ കൂട്ട് നന്നായിട്ട് ആറി കിട്ടിയിട്ടുണ്ട്. ഇനി അത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അങ്കുവിന് ഒത്തിരി ഇഷ്ടമാണ് ഈ തക്കാളി ചട്നിയും ദോശയും. അങ്കു ഇപ്പോൾ 6 മണിയായിട്ട് എഴുന്നേറ്റ് വന്ന് പല്ല് വെച്ചുകൊണ്ട് നിൽക്കുവാണ്. ആദ്യത്തെ ഒരു ചെറിയ മടിയൊക്കെയാണ്, പിന്നെ അങ്ങ് റെഡിയാവും. അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ ടിഫിനൊക്കെ റെഡിയാക്കി വെച്ചു. ഞാൻ കുറച്ച് മുന്തിരിങ്ങ കഴുകിയാണ് ഫ്രൂട്ട്സ് ബ്രേക്കിന് കൊടുത്തയക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മുന്തിരിങ്ങ നന്നായിട്ട് ഉപ്പുവെള്ളത്തിൽ കഴുകിയാണ് വയ്ക്കുന്നത്. നിറച്ച് മരുന്നൊക്കെ അടിച്ച് വരുന്നതല്ലേ. അവരുടെ സ്കൂളിൽ മസ്റ്റായിട്ട് ഒരു ഫ്രൂട്ട് കൊടുത്തു വിടണം എന്ന് എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മുന്തിരിങ്ങയോ പഴമോ എന്തെങ്കിലും സീസണൽ ഫ്രൂട്ട് അയച്ചാൽ മതിയല്ലോ. അങ്ങനെ നമ്മുടെ അങ്കുവിൻ്റെ ടിഫിൻ ബോക്സ് പാക്ക് ചെയ്തു, വെള്ളമൊക്കെ ഒഴിച്ചു, എല്ലാം സെറ്റാക്കി വെച്ചു. ഇനി അവൻ റെഡിയായി പോയാൽ മതി. അങ്ങനെ അങ്കു ഫുള്ളി പാക്ഡായിട്ട് സ്കൂളിലേക്ക് ഇറങ്ങുകയാണ്. അടുത്തത് ഇനി രാക്കെ ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. രാക്കയ്ക്ക് പിന്നെ ശനിയും ഞായറും അവധിയാണ്ട് ആഴ്ച 2 ദിവസം അവധി കിട്ടും. അങ്കുവിന് ആകെ ഞായറാഴ്ച മാത്രമേ അവധിയുള്ളൂ. അവർക്ക് 3rd സാറ്റർഡേ മാത്രമേ ഹോളിഡേ ഉള്ളൂ. ബാക്കി എല്ലാ ദിവസവും വർക്കിംഗാണ്. ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ടല്ലോ, രാക്കെ ഓഫീസിൽ പോകുന്നതിന് മുന്നേ നെയ്വിളക്ക് കൊളുത്തിയിട്ടാണ് പോകാറുള്ളത്. സത്യം പറയാലോ, രാവിലെ 5:30 അലാം അടിച്ചപ്പോൾ എഴുന്നേക്കാനേ തോന്നിയില്ല. കാരണം സ്കൂള് അടച്ച് 1-2 ആഴ്ച അവധിയായിരുന്നല്ലോ. അപ്പോൾ ഉറങ്ങി അങ്ങ് കുറച്ച് ശീലിച്ചു. അപ്പോൾ ഒരു 7 മണിയൊക്കെ വരെ നമ്മൾ കിടന്നിട്ട് പെട്ടെന്ന് 5:30 കഴിഞ്ഞാൽ എഴുന്നേക്കാനൊരു ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ രാവിലത്തെ സ്കൂളിലെ ഓഫീസിലെയും തിരക്കൊക്കെ ഇന്നത്തെ കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ ആദ്യം കിട്ടിയ ഒരു ചെടിയാണ് ഇത്. അതിൻ്റെ താഴെ ഒരു പുതിയ ചെടി കിളിച്ച് വരുന്നുണ്ട്. കാട്ടുചെടി എന്തോ ആണ്. എന്തായാലും സംഭവം നന്നായിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ അത് നിർത്തിയേക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ യഥാർത്ഥ ചെടി. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അതിൻ്റെ താഴെ ഞാൻ കുറച്ച് ചകിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, തണുപ്പ് കിട്ടാനായിട്ട്. ഇവിടുത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ. എൻവയോൺമെൻറ്റ് ഡേ വരുമ്പോൾ നമ്മുടെ ടൗൺഷിപ്പിലെ എല്ലാ വീട്ടിലും നമ്മുടെ കമ്പനിയിൽ നിന്ന് ഹോർട്ടിക്കൾച്ചറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ചെടി വീതം തരും. ഞാനിതുവരെ 2 വാങ്ങിയിട്ടുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കത് അകത്ത് വെച്ച് നോക്കാനുള്ള ബുദ്ധിമുട്ടാണ്. നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാകുമല്ലോ. നമ്മളത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിൻ്റെ കൂടെ നിൽക്കണം. പിന്നെ അത് കരിഞ്ഞു പോയ പിന്നെ ഒരു വിഷമമാണ്. അതുകൊണ്ട് ഞാൻ 1-2 ആകെ 2 വാങ്ങിയിട്ടുള്ളൂ. ബാക്കി 2 അല്ലാതെ എനിക്ക് കിട്ടിയതാണ് ഇവിടെ. പിന്നെന്താണ്, പിന്നെ വന്ന് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് കഴുകിയിട്ടു. ഇനി കുറച്ച് തുണി കഴുകാൻ ഇടണം. കാരണം വെയിലുള്ളതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് തുണി അങ്ങ് ഉണങ്ങി കിട്ടുമല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ 3-4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ജോലികളാണ് നമ്മൾ ചെയ്യുന്നത്. അത് തന്നെ നമുക്ക് കൂടുതലാണെന്നൊക്കെ തോന്നുന്നു. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാരുടെ കാര്യം ഞാൻ ആലോചിക്കും. എത്ര മക്കളും എത്ര ആളുകൾക്കും ആ വീട്ടിലെ അമ്മമാർ ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു, പാത്രം കഴുകണമായിരുന്നു അല്ലേ. പിന്നെ പതിവ് ജോലികളായ വെള്ളം തിളപ്പിച്ചിട്ടു, കുടിക്കാനുള്ള വെള്ളമൊക്കെ പിടിച്ച് വെക്കണം. കുറച്ച് ഉണക്കമുന്തിരിങ്ങ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഡിന്നർ കഴിഞ്ഞിട്ട് ഓരോ ഗ്ലാസ് ഉണക്കമുന്തിരിങ്ങയുടെ ജ്യൂസ് കുടിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളത്തിലിട്ടാൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും. പിന്നെ പെട്ടെന്ന് തുണി കഴുകാനുള്ളതൊക്കെ ഇട്ടു. കുറച്ചേ ഉള്ളൂ കേട്ടോ, അതങ്ങ് കഴുകി കിട്ടുമല്ലോ, അത് കൂടി കിടക്കണ്ട വെച്ചു.
അധിക സമയപ്പോൾ നമ്മുടെ മെയ്ഡും വന്നു. ഇനി ലഞ്ച് ഉണ്ടാക്കാൻ കയറണം. ലഞ്ചിന് ഇന്ന് മഷ്റൂം ഉണ്ടായിരുന്നു, അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്ന് തിരുമ്മി ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് വെക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ, കാരണം മഷ്റൂമിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും. അപ്പോൾ ഒരുപാട് വേവിക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ. ബാക്കി കറി കിടന്നത് വെന്തോളും. മഷ്റൂം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അലാം അടിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എഴുന്നേക്കാൻ. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് ശീലമാവും. ഉറക്കത്തിനുമൊക്കെ ഒരു പരിധിയില്ലേ. ഇപ്പോൾ ശരിക്കും 9:30 ആകുമ്പോൾ കിടക്കും കേട്ടോ, നേരത്തെ കിടന്ന് ഉറങ്ങും. ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാട്ടല്ലേ ഓരോ പ്രാവശ്യവും. അങ്ങനെ മഷ്റൂം വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് തുണി അങ്ങ് വിരിച്ച് ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം രാക്കേക്കും യൂണിഫോം ഉണ്ട്, അങ്കൂനും യൂണിഫോം ഉണ്ട്. അപ്പോൾ യൂണിഫോം ഇങ്ങനെ കൂടി കിടക്കുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് കഴുകിയിട്ടാൽ പിന്നെ ഒരു സമാധാനമാണ്. തുണി കഴുകാൻ കിടക്കുകയാണെങ്കിലും അതുപോലെ തന്നെ പാത്രം സിങ്കിൽ കിടക്കുകയാണെങ്കിലും ഒരു ടെൻഷനാകെ. നമ്മുടെ മഷ്റൂം കറിക്ക് വേണ്ടി 3 സവാള അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരുവിധം വലിയ സവാള കേട്ടോ. അപ്പോൾ കൂടെ ഞാൻ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ചോറും കറിയും ഒക്കെ വെക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ പലഹാരമാണ്. എങ്കിലും ഞാൻ ചോറും കറിയും വെക്കാതെ ഇരിക്കത്തില്ല. മഷ്റൂം നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇടിയപ്പം മഷ്റൂമും ഉണ്ടാക്കാമെന്ന്. ഇപ്പോഴത്തെ സവാള നല്ല സൂപ്പറാട്ടോ, അധികം കണ്ണെരിയത്തുമില്ല, നല്ല ടേസ്റ്റുമാണ്. ചില സീസണിൽ അങ്ങനെയാണല്ലോ. മഷ്റൂം വെന്ത് വന്നിട്ടുണ്ട്, ഒരുവിധം അര ഭാഗത്തിൽ കൂടുതൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഗ്രേവിയിലിട്ട് ബാക്കി വേവിച്ചാൽ മതി. അധികം വേഗമൊന്നും ഇല്ലല്ലോ മഷ്റൂം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സവാള ഒരു കടായി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു, കരിയേപ്പിലയും തക്കാളിയും അതിൻ്റെ കൂടെ ഇട്ട് വഴറ്റിയെടുത്തു. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. നമ്മുടെ നാടൻ രീതിയിലാണ് വെക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് പച്ചമണം മാറ്റിയെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഗ്രേവിയിൽ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ മഷ്റൂമും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കുറുക്കിയെടുക്കാം. ഒരുപാട് ഗ്രേവി ആയിട്ടും ഇല്ല, എന്തേലും അങ്ങ് ഡ്രൈ ആയിട്ടും ഇല്ല, കാരണം ഇടിയപ്പത്തിനോട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. എന്നിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മാക്സിമം ഒരു 10 മിനിറ്റിനകം മതി കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതാകുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, നന്നായിട്ട് കഴിക്കുകയും ചെയ്യും, അത്ര കഷ്ടപ്പാടും ഇല്ല. ഇടിയപ്പം ഞാൻ പിന്നെ സ്ഥിരം ഉണ്ടാക്കുന്നതാണ്, ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് പിഴിഞ്ഞു വെച്ചു. ലാസ്റ്റ് വന്ന മാവ് ഒരു കുഴക്കട്ടയായിട്ട് ഉരുട്ടിയും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്, ലഞ്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരിങ്ങ അന്ന് സ്പാറിൽ നിന്ന് വാങ്ങിയതുണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് ഉപ്പിട്ട് കഴുകാൻ വെച്ചിട്ടുണ്ട്. ഇത് രാക്കേക്കാണ്, അങ്കിത്തിന് രാവിലെ കൊടുത്തു വിട്ടു. ഞാൻ കുറച്ച് കഴുകിയെടുത്ത് ഇപ്പം കഴിക്കാമെന്ന് വെച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ഉന്മേഷം കിട്ടും കേട്ടോ. ഷുഗറൊന്നും ഡൗൺ ആവാതൊക്കെ നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളമയോ എല്ലാം നമ്മുടെ ശരീരത്തിൽ ഈ മുന്തിരിങ്ങ തരും. അപ്പം അതുപോലെ തന്നെ പഴം വാങ്ങിയതിൽ അവസാനം വന്ന 2 നന്നായിട്ട് പഴുത്തു പോയി. അപ്പം നമുക്ക് കേക്കും അതും ഇതുമൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നേരത്തെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ബനാന പുഡിങ്, അതാണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഈ പഴം ഞാൻ മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പുട്ടിൻ്റെ പൊടിയാണ്, പുഞ്ചപ്പൊടി, ചുമന്ന പുഞ്ചപ്പൊടി ഉണ്ടല്ലോ പുട്ടിൻ്റെ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് പിന്നെ ശർക്കരപ്പൊടിയും ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അധികം പഴം ഉണ്ടായിരുന്നില്ല, 2 എണ്ണേ ഉള്ളായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്താണ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ ബാറ്റർ തയ്യാറാക്കി എടുത്തു. പിന്നെ ഒരു സ്റ്റീൽ പാത്രത്തിൽ നന്നായിട്ട് നെയ്യ് തടകിയിട്ട് നമ്മുടെ കൂട്ടൊഴിച്ചു കൊടുത്ത് ഇഡലി പാത്രത്തിൽ ഒരു 40-45 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ഇടയ്ക്കൊന്ന് കുത്തി നോക്കിയാൽ മതി വെന്തോന്ന്. കുത്തി നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് ക്ലീനായിട്ട് ആ സംഭവം വരുവാണെന്നുണ്ടെങ്കിൽ വെന്തെന്നാണല്ലോ അർത്ഥം. എൻ്റെ ഇപ്പോൾ ഞാൻ ഒരു 40 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ വിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് മുറിച്ച് കഴിക്കാം. അപ്പോൾ ഈ അരിപ്പൊടി ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ശരിക്കും ബനാന പുഡിങ് തന്നെയാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു ബനാന പുഡിങ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ.
ഇവിടെ ഞങ്ങൾക്ക് 3 പേർക്കും ഒത്തിരി ഇഷ്ടമാണ്. എന്തായാലും ഈ 2 പീസ് കഴിക്കാനുള്ളതും ഉണ്ട്. അങ്ങനെ പഴം കളയാതെ ബനാന പുഡിംഗ് റെഡി. അങ്കു സ്കൂളിൽ നിന്ന് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ച് ട്യൂഷന് പോകാൻ പോവാണ്. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും സമയമേ കിട്ടാറില്ല. വേറെ എന്തെങ്കിലും എക്സ്ട്രാ വല്ല ബാഡ്മിൻ്റനോ ആ ക്ലാസ്സിനോ ഈ ക്ലാസ്സിനോ എന്നൊക്കെ വിടണമെന്നുണ്ട്. പക്ഷേ ക്ഷീണമാണ് അവന് പിന്നെ അതുകൊണ്ട് ഞാൻ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചു. കാരണം സ്കൂളിൽ രാവിലെ 6:30 പോകുന്നതല്ലേ, പിന്നെ വരുമ്പോൾ 3:30 കഴിയും. വന്ന ഉടനെ തന്നെ കുളിച്ച് ഭക്ഷണം കഴിച്ച് ട്യൂഷന് പോകും. തിരിച്ച് വരുമ്പോൾ 7 മണി 6:30 എന്തായാലും ആവും. പിന്നെ ഏത് ക്ലാസ്സിന് വിടാൻ? ആകെ കിട്ടുന്ന ഞായറാഴ്ച, ശനിയാഴ്ചയും അവന് ക്ലാസ്സുണ്ട്. 3rd സാറ്റർഡേ അവധിയാണെങ്കിൽ എന്തെങ്കിലും അന്ന് സ്കൂളിൽ പരിപാടിയോ കാര്യങ്ങളോ ആയിട്ട് പാരൻസും കൂടെ ചെല്ലേണ്ട ദിവസമായിരിക്കും. അതൊക്കെ കൊണ്ട് എന്തായാലും വേറെ ക്ലാസ്സിനൊന്നും അവനെ വിടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.